ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇനി പുതിയൊരു അധ്യായമാണ് തുറക്കപ്പെടുന്നത്. വർഷങ്ങളായി തുടരുന്ന സഖ്യ രാഷ്ട്രീയത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ കോൺഗ്രസ് ഒറ്റയ്ക്ക് വരുന്നു. ഡൽഹിയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ആ നിർണായക യോഗം ബംഗാൾ കോൺഗ്രസിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ആ ഒരൊറ്റ ചോദ്യമാണ് എല്ലാം മാറ്റിമറിച്ചത്. പിന്നെ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അതായിരുന്നു മാറ്റത്തിന്റെ തുടക്കം. കഴിഞ്ഞ 20 വർഷമായി ബംഗാളിൽ സഖ്യങ്ങളുടെ പിന്നാലെ പോയ കോൺഗ്രസിന് ലഭിച്ചത് എന്തായിരുന്നു? സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു പാർട്ടി എന്ന പേര് മാത്രം. എന്നാൽ ഇത്തവണ കോൺഗ്രസ് തിരിച്ചറിയുന്നു, ഞങ്ങൾ ആരുടെയും ബി ടീമല്ല. സഖ്യ സാധ്യതകളെ കുറിച്ച് ചോദിച്ചപ്പോൾ വാഗ്ദാനങ്ങൾ ഒന്നുമല്ല എന്ന തൃണമൂലിന്റെ നിലപാട് കോൺഗ്രസിനെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. യോഗത്തിൽ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഇടതുപക്ഷത്തിന് എതിരെയായിരുന്നു. കോൺഗ്രസിന്റെ വിഭാഗങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ജയിച്ചു കയറുന്ന ഇടതുപക്ഷം തിരിച്ച് ഒരു വോട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകുന്നില്ല എന്ന കൈപ്പേറിയ സത്യം നേതാക്കൾ തുറന്നടിച്ചു. ബംഗാളിനെ ദശാബ്ദങ്ങളോളം അടക്കി ഭരിച്ച CPM-ന് ഇത് അന്ത്യകൂദാശയുടെ സമയം എത്തിയിരിക്കുന്നു. ഒരു കാലത്ത് ചെങ്കോട്ടയായിരുന്ന ബംഗാളിൽ ഇന്ന് ഇടതുപക്ഷം വെറും നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ബംഗാളിൽ ഇടതുപക്ഷം തകർന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ തോളിലേറി രക്ഷപ്പെടാം എന്ന അവരുടെ മോഹത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് വോട്ടുകൾ പോലും അവർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുപിടിക്കുന്നതോടെ ബംഗാൾ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും CPM എന്നേക്കുമായിട്ട് മായ്ക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു. പുതിയ ലക്ഷ്യം നിലവിലെ 5% വോട്ട് വിഹിതത്തിൽ നിന്നും 20% കുതിക്കുവാനാണ് കോൺഗ്രസ് ലക്ഷ്യം. ബൂത്ത് തലത്തിൽ പുനഃസംഘടന ശക്തിപ്പെടുത്തുക, 65 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടിത്തറ ഭദ്രമാക്കുക, കൃത്യമായ പ്ലാനിങ്ങിലൂടെ 25 മുതൽ 30 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഇത് മുന്നോട്ട് വെക്കുന്നത് ശുഭാങ്കർ സർക്കാരും അധീർ രഞ്ജൻ ചൗധരിയും ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടൽ സംസ്ഥാനത്തെ പ്രവർത്തകർക്ക് പുതിയ ഊർജം നൽകുകയാണ്. മികച്ച ഒരുക്കം നടത്തിയാൽ 25 മുതൽ 30 സീറ്റുകൾ വരെ ആകാമെന്നും നേതാക്കൾ ഉറപ്പിച്ച് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലായിരുന്നു യോഗം ചേർന്നത്. CPM നയിക്കുന്ന ഇടതുമുന്നണിയുമായോ തൃണമൂൽ കോൺഗ്രസുമായോ സഖ്യത്തിനില്ല എന്നും പശ്ചിമബംഗാളിലെ 294 നിയമസഭാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം. യോഗത്തിൽ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC നേതാവ് ഗുലാം അഹമ്മദ് മിർ, സംസ്ഥാന അധ്യക്ഷൻ ശുഭാങ്കർ സർക്കാർ, മുതിർന്ന നേതാക്കളായ അധീർ രഞ്ജൻ ചൗധരി, ഇഷാ കിഷൻ ചൗധരി MP എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ബംഗാളിലെ മണ്ണും മനസ്സും അറിയുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനി ആരെയും ഭയപ്പെടാനില്ല. CPM-ന്റെ തകർച്ച പൂർണ്ണമാക്കുവാനും തൃണമൂലം BJP-ക്കും ശക്തമായ ബദലായി മാറുവാനും ഏക് ചലോ എന്ന ടാഗിന്റെ വരികൾ തന്നെയാണ് കോൺഗ്രസിന്റെ വഴിവിളക്ക്. ബംഗാൾ വീണ്ടും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കാലം വിദൂരമല്ല. സത്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാമെന്ന കോൺഗ്രസിന്റെ തീരുമാനം ചങ്കൂറ്റം തന്നെയാണ് തെളിയിക്കപ്പെടുന്നത്.